ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. എന്താണ്? രാജ്യം 79ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ 90+ ഫാമിലി ചെറിയൊരു ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ സാർ ടീച്ചർ അങ്ങോട്ട് പോന്നു, ഇങ്ങോട്ട് വാ. ഹലോ ഹലോ, എന്താ പേരെന്താ? അലൻ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഇൻഡിപെൻഡൻസ് 3 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ അറ്റ്ലീസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ ആൻസർ എങ്കിലും പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരും? ഒരു ഗിഫ്റ്റ് തരും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഇത് എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് അറിയാമോ? 79. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് അറിയാമോ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഓഗസ്റ്റ് 15. വർഷം അറിയാമോ? 1947. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. നമുക്ക് എന്തൊരു ഗിഫ്റ്റ് കൊടുത്താലോ? നമ്മുടെ ദേശീയ ഗാനം ഏതാണെന്ന് അറിയാവോ? ദേശീയ ഗാനം. ഓക്കെ, ദേശീയ ഗീതം. ഓക്കെ, ദേശീയ ഗീതം ഏതാണെന്ന് അറിയാവോ? ഓക്കെ, അത് പറഞ്ഞല്ലോ, അറിയാലോ. ഓക്കെ, ഇത് എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് അറിയാവോ? 79. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ചോദ്യം ചോദിക്കുന്ന സെക്ഷനാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ പതാകയുടെ വെള്ള നിറം നിർദ്ദേശിച്ച ആരാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഉറപ്പാണല്ലേ? അപ്പൊ ശരി ഉത്തരവാണ്. ഓക്കെ, നമ്മുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് അറിയാം? മഹാത്മാഗാന്ധി. ഓക്കെ, മോനോട് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് ഡേ എത്രാമത്തെ ദിനാണ്? എത്രാമത്തെ വർഷമാണ്? 25 ആണോ? എത്രാമത്തെ വർഷമാണ്? നമ്മുടെ ദേശീയ പതാകയില്ലേ, ഫ്ലാഗ്, അതിൽ എത്ര നിറമുണ്ട്? 3. നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത് ആരുടെ വാക്കുകളാണ്? നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ശരി ഉത്തരവാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏതാണ്? ശരി ഉത്തരം. 3 ഉത്തരം ശരിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗാന്ധിജി ഏത് നാട്ടുകാരനാണ്? യെസ്, ഗുജറാത്തി ഭാഷയിലാണ്. കറക്റ്റ് ആണ്. അപ്പൊ മക്കളെ, ഞങ്ങള് 90+ മൈ ട്യൂഷൻ ആപ്പിൽ നിന്നാണ് ഓൺലൈനിൽ ട്യൂഷൻ എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ ചോദിക്കാം. 3 ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മാനമുണ്ട്. ഓക്കെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? കേട്ടിട്ടില്ല? അങ്ങനെ എന്തോ അല്ല, അറിയോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഇല്ല, അറിയുന്നില്ല. ഇന്ദിരാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, പേരെന്താന്ന് പറഞ്ഞേ? അജോ. ഓക്കെ, അജോ, നമ്മുടെ ദേശീയ പക്ഷിയില്ലേ, മയിലാണ് അല്ലെ? ഈ മയിലിനെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണെന്ന്? 1963. ഓ, പഠിച്ചു വെച്ചിട്ട് വന്നിരിക്കുക. സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കേടാ, പഠിച്ചിട്ട് വന്നേക്കോ കേട്ടോ. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഓഗസ്റ്റ് 15. എന്നാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്നത്? 1947. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, ഇന്ത്യയുടെ രാഷ്ട്രീയ പിതാവ് ആരാണ്? ഓപ്ഷൻ വേണോ? ഓക്കെ, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി. ഉറപ്പാണ്? എങ്ങനെ മനസ്സിലായി? ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? സിമ്പിൾ ആണ്, ഗാന്ധിയുടെ പോലെ ലെവലിൽ എത്തുന്ന ഒരാളാണ്. ഓക്കെ,
ഓക്കെ, കുട്ടിയുടെ നിർദ്ദേശപ്രകാരം അമ്മയെ പറയുന്നത് സിമ്പിൾ ആൻസർ ആണ്, സിമ്പിൾ ആണ്. ഏതായിരിക്കും ആൻസർ? ഇന്ദിരാഗാന്ധി. ഉറപ്പാണ്? ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോ നമ്മളുടെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഹലോ മക്കളെ, എന്താ പേരെന്താ? സുഷിമ സുഷിമ, സായ്മോൾ സായിമോൾ. എത്രല്ല പഠിക്കുന്നേ? 3-ല്. രണ്ടുപേരും 3-ലാണോ? ഒന്നില്. നമുക്ക് എന്നാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്? പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ നിന്ന് വരാണ്. ട്യൂഷൻ പ്ലാറ്റ്ഫോം ആണ് ഇത് കേട്ടോ. ഓക്കെ, മാമിന്റെ പേരെന്താ? ചിന്നു. ചിന്നു. ഓക്കെ, ഞാൻ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന് ആൻസർ പറയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ്. അങ്ങനെയാണ്, പറയാം. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. പേര്? ലെന. അഖില. അഖില. സ്റ്റെഫി ജെയിംസ്. ഓക്കെ, എവിടെ പഠിക്കുന്നേ? ഓക്കെ, നിങ്ങളോട് ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിന്റെ ആൻസർ പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ്. ഓക്കെ. മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്. രണ്ടെണ്ണം പോരെ? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. ഓപ്ഷൻ വേണം? ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഇന്ദിരാഗാന്ധി. ഗോപാലകൃഷ്ണ ഗോഖലെ കറക്റ്റ് ആൻസർ. റെഡി അല്ലേ? ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോ. ഗുജറാത്തി കറക്റ്റ് ആൻസർ ആണ്. നിങ്ങളിപ്പോ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പേരെന്താ? ശ്രീഭദ്ര. ദിയ. ഓക്കെ, അപ്പൊ റെഡി അല്ലേ നിങ്ങള്? സിമ്പിൾ ക്വസ്റ്റ്യൻ വേണം, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണം? സിമ്പിൾ മതി. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏതാണ്? ഉറപ്പാണ്? ഉറപ്പാണ്. പേടിയുണ്ടല്ലോ മുഖത്ത്. കറക്റ്റ് ആൻസർ ഉറപ്പാണ്? യെസ്, കറക്റ്റ് ആൻസർ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ഗാന്ധി നൽകിയ സമരം ഏതാണ്? ഇത് ആൻസർ പറഞ്ഞത് ഗിഫ്റ്റ് ഉറപ്പാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഇടൂല. ഉറപ്പാണ്? അതെ. ആ അതെ, കയ്യിൽ കറക്കിയെ കുത്തുന്നുണ്ട്. സെറ്റാണ്. ഗൈസ്, ഇവര് പറയുന്നത് ഇനി പറയില്ല, ഓപ്ഷൻ ഒരാൾ പറഞ്ഞു, നമ്മൾ ലോക്ക് ചെയ്തല്ലോ. നിങ്ങൾ ഫൈനലൈസ് ചെയ്തോ? ഒരവസരം തരാം. ഏത് വേണം നിങ്ങൾ തീരുമാനിച്ചത്? പറഞ്ഞോ. ഉപ്പ് സത്യാഗ്രഹം. തോറ്റേ. കിട്ടിയ സമരം കറക്റ്റ് ആയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാല്ലേ, കാരണം അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞതല്ലേ. ഓക്കെ, അശ്വിനി മാം. അറിയോ ഇൻഡിപെൻഡൻസ് ഏത് വർഷം നമുക്ക് സ്വാതന്ത്ര്യം? ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15. ഓക്കെ, നമ്മളെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ് അറിയോ? കേരള ഗാന്ധി. ആ, ജവഹർലാൽ നെഹ്റു. കേരള ഗാന്ധി ജവഹർലാൽ നെഹ്റു അല്ലേ? മഹാത്മാഗാന്ധി. കേരളത്തിൽ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ. യെസ്, കറക്റ്റ് ആൻസർ. കെ കേളപ്പൻ. ഓക്കെ,